വചനമൊഴി മംഗളവാർത്താകാലം 2-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 3:8-24, ജെറേമ്യ 33:14-26, വെളിപാട് 5:1-5, ലൂക്കായുടെ സുവിശേഷം 1:26-38. മംഗളവാർത്ത 2-ാം ഞായറാഴ്ച തിരുസഭ ധ്യാന വിഷയമാക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന് ലഭിക്കുന്ന മംഗളവാർത്തയും അതിനോടുള്ള മറിയത്തിന്റെ പ്രത്യുത്തരവുമാണ്. ദൈവം മനുഷ്യകുലത്തിന് നൽകിയ രക്ഷയുടെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് മിശിഹാ സംഭവത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. മനുഷ്യകുലത്തിന് ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദാനമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ ശ്രവിക്കുന്നത്. പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനും തിന്മയുടെ ശക്തിയെ നശിപ്പിക്കുന്നതിനും ഒരു രക്ഷകൻ വരുമെന്ന വാഗ്ദാനമാണ് ദൈവം നൽകുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:15 പ്രോട്ടോ എവാൻഗേലിയോൺ, ആദ്യ സുവിശേഷം എന്നറിയപ്പെടുന്നത്. ഇസ്രായേൽ ഭവനത്തെക്കുറിച്ചും യൂദാ ഭവനത്തെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനെ കുറിച്ചാണ് ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാം പ്രഘോഷണം. ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഒരു മുള കിളിർപ്പിക്കും എന്നത് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള ജെറമ്യ പ്രവാചകന്റെ വാക്കുകളാണ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള 3-ാമത്തെ പ്രഘോഷണം യൂദാ വംശത്തിൽ നിന്നുമുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തിന്മയുടെ മേൽ വിജയം വരിച്ച മിശിഹായെക്കുറിച്ചാണ്. മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. അനാദിയിലെ വചനത്താൽ സർവ്വതും സൃഷ്ടിച്ചവൻ, കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവൻ, സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്റെ ദൂതൻ ഗബ്രിയേലിനെ നസറത്ത് എന്ന ഗ്രാമത്തിലേക്ക് ഒരു കന്യകയുടെ പക്കലേക്ക് അയക്കുകയാണ്. നസറത്ത് എന്ന സ്ഥലവും കന്യകയും തന്നെ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള യേശയ്യയുടെ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നുണ്ട്. യേശയ്യ 7:14-11. യേശയ്യ 7:14 പറയുന്നത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. മിശിഹായുടെ വരവിന് 700-ലധികം വർഷം മുൻപ് യേശയ്യ നടത്തിയ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് സുവിശേഷത്തിൽ നിറവേറുന്നതായി നാം കാണുന്നത്. യേശയ്യ 11:1 പറയുന്നു, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. പൊട്ടിക്കിളിർക്കും എന്ന ക്രിയാപദത്തിന് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത് നസർ എന്ന മൂലമാണ്. അതിന്റെ അർത്ഥം പൊട്ടിമുളയ്ക്കുക, പുഷ്പിക്കുക എന്നൊക്കെയാണ്. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരുന്നതിന് ആരംഭം കുറിക്കുന്നത് നസർ എന്ന മൂലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു നാമം ഉൾക്കൊള്ളുന്ന നസറത്ത് എന്ന ഗ്രാമത്തിൽ നിന്നാണ്. ഇത് പഴയ നിയമത്തിലെ മിശിഹാ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും പ്രതിപാദിച്ചിട്ടില്ലാത്ത സ്ഥലമാണ് നസറത്ത്. ഈശോയുടെ കാലത്തും തീർത്തും അപ്രധാനമെന്ന് കരുതിയിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. സാധാരണ ജനത്തിന്റെ ഭാഷയിൽ ഒരു നന്മയും പ്രതീക്ഷിക്കാതിരുന്ന സ്ഥലം. നഥാനിയേലിന്റെ വാക്കുകളിൽ നിന്നും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നസറത്ത് എന്ന സ്ഥലം നമുക്ക് പങ്കുവെച്ചു തരുന്ന ഒരു ചിന്ത ദൈവത്തിന് മുൻപിൽ എല്ലാവർക്കും ഒരു സ്ഥാനമുണ്ട് എന്നതാണ്. ഒരുപക്ഷെ മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ ഒരു സ്ഥാനവും ഇല്ലെങ്കിൽ പോലും ദൈവത്തിന് മുൻപിൽ എല്ലാം പരിഗണിക്കപ്പെടുന്നു എന്ന മംഗളവാർത്തയാണ് നസ്രത്ത് പങ്കുവെക്കുന്നത്. നസ്രത്തിലെ കന്യകയും ഇതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. മറിയത്തിന്റെ മഹത്വം അവളുടെ എളിമയാണ്. മറിയം പറയുന്നു, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോക്രിഫൽ പുസ്തകത്തിൽ മറിയം തന്റെ അമ്മയായ അന്നയോട് പറയുന്നു, മിശിഹ വന്നു പിറക്കുന്ന രാജകൊട്ടാരത്തിൽ ഒരു തോഴിയാകാനെങ്കിലും എനിക്ക് സാധിച്ചാൽ മതിയായിരുന്നു. ഈ എളിമയാണ് മറിയത്തിന്റെ മഹത്വം. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പരിശുദ്ധ റൂഹ നിന്റെ മേൽ വരും, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്നാണ് ദൈവദൂതൻ മറിയത്തോട് പറയുന്നത്. പരിശുദ്ധ റൂഹ ദൈവത്തിന്റെ ശക്തി എന്നത് ഉൽപ്പത്തി പുസ്തകം 1:2 നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. സൃഷ്ടിപരമായ ദൈവത്തിന്റെ ശക്തി
ദൈവത്തിന്റെ റൂഹ മറിയത്തിൽ ആവസിക്കുകയും വചനം മാംസം ധരിക്കപ്പെടുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ വചനത്താൽ എല്ലാം സൃഷ്ടിക്കുന്നുവെങ്കിൽ ഇവിടെ വചനം തന്നെ സൃഷ്ടിയായി മാറുന്നു. ആ മംഗളവാർത്തയാണ് മറിയത്തോട് മാലാഖ പറയുന്നത്. കാരണം ദൈവത്തിന് മുൻപിൽ ഒന്നും അസാധ്യമല്ല. ആ അനന്തമായ സാധ്യതയ്ക്ക് മുൻപിൽ സ്വയം സമർപ്പിക്കുന്നതാണ് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് നിറവേറട്ടെ എന്ന മറുപടിയിലൂടെ വ്യക്തമാക്കുന്നത്. ആ സമർപ്പണം മംഗളവാർത്തയായി ഭവിക്കുന്നു. ദൈവഹിതത്തിനു മുൻപിലുള്ള മനുഷ്യന്റെ സമർപ്പണമാണ് മംഗളവാർത്തകൾ സൃഷ്ടിക്കുന്നത്. നാം ബലിയർപ്പിക്കുന്ന ഓരോ അൾത്താരകളിലും നിറവേറുന്നത് ഈ മംഗളവാർത്തയാണ്. ദൈവം അപ്പമായി അവതരിക്കുന്നു. മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലമായ അപ്പം ദൈവത്തിനു മുൻപിൽ അർപ്പിക്കുമ്പോൾ അവിടെ അവതീർണനാകുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നതും മനുഷ്യൻ അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് സാധ്യമാണ് എന്നതാണ്. എന്നാൽ മനുഷ്യന്റെ ഒരു സമർപ്പണം ആവശ്യമാണ്. മറിയത്തിന്റെ സ്വയം സമർപ്പണത്തിൽ മനുഷ്യനായി അവതരിച്ചവൻ ഇന്ന് ബലിവേദിയിൽ നാം അർപ്പിക്കുന്ന അപ്പത്തിലും വീഞ്ഞിലും അവതരിക്കുന്നു. ബലിവേദിയിൽ നിന്നും മിശിഹായെ സ്വീകരിക്കുന്നവർ മറിയത്തെ പോലെ മിശിഹായെ വഹിക്കുന്നവരും മിശിഹായെ ലോകത്തിന് നൽകുന്നവരുമാകുന്നു. ഈ മംഗളവാർത്തയാണ് അൾത്താരിലെ ബലിവേദിയിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടത്. കാരണം ദൈവത്തിന്റെ ശക്തി നമ്മിൽ ആവസിക്കുന്നു. നാം പരിശുദ്ധ റൂഹായുടെ ആലയമാകുന്നു. അങ്ങനെ ആരാധനാ സമൂഹം മിശിഹായുടെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവവുമാകുന്നു. മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ തിരുനാൾ ആചരിക്കുന്നതിനൊരുങ്ങുമ്പോൾ വചനം നൽകുന്ന സന്ദേശം ഇന്നും മിശിഹ നിന്നിൽ രൂപം കൊള്ളുന്നു എന്നതാണ്. അതിന് മറിയത്തെ പോലെ നീയും വചനത്തിന് സ്വയം സമർപ്പിക്കണം. കാരണം നീയല്ല, മിശിഹായാണ് നിന്നിൽ ജീവിക്കേണ്ടത്. എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മിലൂടെ മിശിഹ ജീവിക്കുന്നതിന്, നമ്മിലൂടെ മിശിഹായെ മറ്റുള്ളവർക്ക് ദർശിക്കുന്നതിന് സാധിക്കണം. അതിനായി നമുക്ക് പരിശ്രമിക്കാം, ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.